ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാലൻസ് ആയിട്ടാട്ടോ പറയുന്നത്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അങ്ങനെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. വീണ്ടും നമ്മുടെ ശരത്തിനെ പോയി തല്ലേണ്ടി വന്നു സച്ചിക്ക്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും അതാണ് കണ്ടത്. നമ്മുടെ ശരത്തിനെ പോയി തലങ്ങനും വേലങ്ങനും ഒക്കെ സച്ചി അടിച്ചു. വേറെ ഒന്നിനുമല്ല സച്ചി അങ്ങനെ അടിച്ചത്. നമ്മുടെ സച്ചിയെ വീണ്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശരത്ത് അപമാനിച്ചു. തൻ്റെ കയ്യിലാണ് തെറ്റെന്ന് അറിഞ്ഞിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ സച്ചിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു കഴിയുമ്പോഴത്തേക്കും സച്ചി നോക്കിക്കൊണ്ട് നിൽക്കുമോ, അവിടെ വെച്ച് തന്നെ കൊടുത്തു. ഏതായാലും ആ ഒരു ചടങ്ങ് കുളവായി പോയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സച്ചി രേവതിക്കും ലക്ഷ്മിക്കും അതുപോലെ തന്നെ ദേവുവിനൊക്കെ സമാധാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നതാ. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും താണ്ട കിടക്കുന്നു. വീണ്ടും പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നം, കൂനുമേൽ കുരുവായിട്ട് തിരിച്ചു വന്നു. നമ്മുടെ രേവതി തിരിച്ചു വന്ന് രവീന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നു. രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രവീന്ദ്രന് ഭയങ്കര സങ്കടമായി. ചന്ദ്ര അത് ഏറ്റുപിടിച്ചു. ചന്ദ്രയാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പ്രശ്നമാകുന്നു. സച്ചി വരുന്നു, ന്യായീകരിക്കുന്നു. നമ്മുടെ രവീന്ദ്രൻ സച്ചിനെ ചീത്ത പറയുന്നു. രേവതി നേരെ അടുക്കളയിലേക്ക് കയറി പോയി. അങ്ങനെ അടുക്കളയിൽ ചെന്ന് ഭയങ്കര സങ്കടത്തോടു കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്തിന്റെ സൂക്കേടാ? നീ വീണ്ടും അച്ഛനോട് വന്ന് എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഇവിടെ വിളമ്പേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവിടെ നടന്നത് അത് കഴിഞ്ഞുപോയി. അത് ഇനി ഇവിടെ വന്ന് ഇവരുടെ മനസ്സും കൂടെ വിഷമിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അച്ഛൻ അസുഖം നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞപ്പം, ഓഹോ, അപ്പൊ നിങ്ങളുടെ അച്ഛന്റെ മനസ്സ് വിഷമിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചല്ലേ? എൻ്റെ അമ്മയ്ക്ക് ഒരു മനസ്സുണ്ട്, എൻ്റെ അനിയനും അനിയത്തിക്കൊക്കെ ഒരു മനസ്സുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഞങ്ങൾ ആരും ഇല്ലാത്തവരാണല്ലോ, ഞങ്ങൾ എന്തും ചെയ്യാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസം ഇങ്ങനെയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? എൻ്റെ അമ്മയുടെ വേദന കൊണ്ട് അമ്മ അതും ഇതുമൊക്കെ വിളിച്ച് പറഞ്ഞു. അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ ഇതുപോലെ എന്നെ ഇട്ട് ദ്രോഹിക്കുന്നത്? എൻ്റെ വിധി അല്ലാതെ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി അതും ഇതുമൊക്കെ പറഞ്ഞിട്ട്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, നിന്റെ വിധി എന്താണെന്ന് നീ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും രേവതി അവിടെ ഇരുന്ന് പാത്രം എടുത്ത് കൈ കൊണ്ട് ഒറ്റ തട്ട് തട്ടി. സ്റ്റീൽ പാത്രമായിരുന്നു, നിലത്ത് പോയി തപ്പെന്ന് ശബ്ദവും കേട്ടു. ഇതൊക്കെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ നിന്ന് കാണുകയാണ്. അപ്പൊ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം അടിയും ബഹളമാണല്ലോ. നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ തെറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് ആ വീട്ടിലെ, നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും ഒക്കെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര, ഏതായാലും മോളെ തുടങ്ങിയിട്ടുണ്ട് അടിയും പൊടി പൂരവും. ഇനിയിപ്പൊ പതുക്കെ 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 രണ്ടിനെയും പിരിച്ചു മാറ്റണം. രേവതിയുടെ വീട്ടിൽ പോകണം. ആ പൂക്കടയൊക്കെ പൊളിക്കണം. ആ പൂക്കട അവൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ആ പൂക്കട അവൾ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാലേ അവളുടെ അഹങ്കാരം കൂടുകയുള്ളൂ. ഈ സമയം തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ആ പൂക്കട പൊളിച്ച് അവിടെ നിന്ന് മാറ്റണം. അതിനെന്തെങ്കിലും ഒരു തന്ത്രം കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയണം. അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാല് നമ്മുടെ വർഷയും ശ്രീകാന്തുമാണ്. അപ്പൊ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല. പക്ഷെ ഇന്ന് ഇവിടെ വരെ എത്തിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ഭയങ്കര ടയേർഡായി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ടയേർഡാ, വർക്ക് ഇപ്പൊ കൂടുതലാ, രാവിലെയും വൈകിട്ടും ഒക്കെ ഇപ്പം വർക്കാ, മനുഷ്യന് സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ലീവ് എടുക്കാൻ പറയാം ശ്രീകാന്ത്. അപ്പം പറഞ്ഞു, ഓ ലീവിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത, അമ്മ ഇന്നെ കാണാൻ വന്നിരുന്നു. അമ്മ നിന്നെ കാണാൻ വന്നിരുന്നോ? സ്റ്റുഡിയോയിലോ? ആ സ്റ്റുഡിയോയിലാ വന്നത്. അത് പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നോ? അത് പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് കാണണമെന്ന് തോന്നി. അപ്പം ഞാൻ സ്റ്റുഡിയോയിലാണല്ലോ, അപ്പം അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് 2 ടിക്കറ്റ് തന്നിട്ടുണ്ട്. ആലപ്പുഴയ്ക്ക് ബോട്ട് സർവീസ്, അല്ലാതെ ഹൗസ് ബോട്ടിലേക്കുള്ള ടിക്കറ്റാണ്. ഒരു 4 ദിവസത്തേന് 2 ടിക്കറ്റ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ട്രിപ്പ് പോയാലോ? ഓ എൻ്റെ പൊന്ന് വർഷം, ഇപ്പം ട്രിപ്പ് പോകാനോ? എനിക്കാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് വർക്ക് ഉണ്ട്, അറിയാമോ? എന്നെ പ്രതീക്ഷിച്ച് തന്നെ ആ റെസ്റ്റോറൻറ്റിൽ ഒത്തിരി പേര് വരുന്നുണ്ട്. അന്ന് വെച്ച് 2-3 ദിവസം ലീവ് എടുത്തെന്ന് ഓർത്ത് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? നിന്റെ സ്വന്തം കടയൊന്നും അല്ലല്ലോ. സ്വന്തം കടയാണെങ്കിലും അല്ലെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നവർക്കേ അത് അറിയത്തുള്ളൂ. പിന്നെ ആത്മാർത്ഥതയുടെ കാര്യം നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കൊന്നും വേണ്ട. എനിക്കും ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. അതെ, എന്തിനാ ഇതുപോലെ പിച്ചിക്കുന്നത്? ഓസിന് കിട്ടിയതല്ലേ, അപ്പൊ പോലും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാല്? ഓഹോ, അപ്പൊ ഓസിന് കിട്ടിയോണ്ട് ആഹാ, അത് കൊള്ളാലോ. നിന്റെ അമ്മ അപ്പൊ എന്നെ അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്? ഓസിന്
പോകാന്ന് ഓർത്തിട്ടാ, ഞാൻ എല്ലാത്തിനും സമ്മതിക്കുന്ന ഓർത്തിട്ടാ എന്നൊക്കെ കരുതിയാണോ ഇത് നിന്റെ കൈ തന്നതെങ്കിൽ തെറ്റിപ്പോയിടി. ഓസിന് അതെ, ഈ ശ്രീകാന്തിന് നിന്നെ കൊണ്ടുപോകണമെങ്കിൽ ഓസിന് കൊണ്ടുപോകേണ്ട കാര്യമില്ല, നിന്റെ അമ്മയോടും അച്ഛനോടും ചെന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവാ. അപ്പൊ നമ്മുടെ ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട്, വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അവര് പറഞ്ഞതെന്ന് പറയുമ്പോൾ എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഓസിന് ഈ ശ്രീകാന്തിന് ജീവിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് ഇറങ്ങിപ്പോയി. വർഷം അങ്ങ് എന്തോ പോലെ ആയിട്ടിരിക്കുകയാണ്. വർഷം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ലാട്ടോ പറഞ്ഞത്. എല്ലാ പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ആണല്ലോ സ്വന്തം ഹസ്ബൻഡുമായിട്ട് തന്നെ ഒരു യാത്ര പോവാന്നൊക്കെ. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ വർഷ പറഞ്ഞത്. ശ്രീകാന്ത് സത്യത്തിൽ തെറ്റിദ്ധരിച്ചതാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും ആണെങ്കിൽ വഴക്കുണ്ടാക്കി പിരിഞ്ഞിരിക്കുകയാണല്ലോ. രണ്ടുപേരും വഴക്കുണ്ടാക്കിയത് വേറൊന്നിനുമല്ല, ആ ഒരു ജോലി പോയ കാര്യത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു, നേരെ പായും തലകണയൊക്കെ ആയിട്ട് ടെറസിനെ മണ്ടേ ചെന്നപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നു നമ്മുടെ സച്ചി. അപ്പൊ സച്ചി ചോദിച്ചു, നീ എന്താടെ ഇവിടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, നീ എന്താ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നത്, പായും തലകണയൊക്കെ ഉണ്ടല്ലോ, നീ കൊതുകുകൂടിയും കൊണ്ട് AC ഇല്ലാതെ കിടക്കുവോ? അത് പിന്നെ ഞാൻ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത്. അതെന്തു പറ്റി? അത് ഞാനും ശ്രുതിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വഴക്കുണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവുമോ? അത് പിന്നെ അങ്ങനെ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിന്ന് പറയുമ്പോൾ ദേ അടുത്തയാൾ വായും തലകണയായിട്ട് വരുന്നു നമ്മുടെ ശ്രീകാന്തിനെ കണ്ടതും, എടാ നീ എന്താടാ പായും തലകണയായിട്ട്, നീയും വഴക്കിട്ടോ വർഷയായിട്ട് പറഞ്ഞു. ചെറിയൊരു വഴക്കുണ്ടായി, എന്ത് ചെയ്യാനാ, കല്യാണം കഴിഞ്ഞ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഇത് കേട്ടോണ്ട് സച്ചി പറഞ്ഞു, ഇപ്പൊ മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞതല്ലേ, വെറുതെ എന്തിനാ ഓടിപ്പോയി കല്യാണം നടത്തിയത്, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അപ്പൊ ശ്രുതി പറഞ്ഞു, ഓടിപ്പോയി കെട്ടിയോണ്ടാണോ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? അല്ല, മണ്ഡപത്തിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 4 ആൾക്കാരുടെ അടുത്ത് വെച്ച് താലി കെട്ടിയ നിനക്ക് ഈ അവസ്ഥയാ? പിന്നെയാ ഞങ്ങൾക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഏതായാലും ഞാൻ എൻ്റെ ഗുണപാഠം കൊണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളത് കേട്ടില്ല, അനുഭവിക്കും, എല്ലാവർക്കും കൂടി അങ്ങ് അനുഭവിക്കാം. കല്യാണത്തിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്, അതൊക്കെ ഓർക്കുമ്പോഴേ ഒരു പകൽ സ്വപ്നം പോലെ തോന്നുക. അത്രയ്ക്ക് രസകരമല്ലായിരുന്നോ? ഞാൻ വൈകിട്ട് എപ്പോഴെങ്കിലും കയറി വരുന്നു, കുടിക്കുന്നു, അതാരും അറിയുന്നില്ല, തന്നെ കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുന്നു, വീണ്ടും പോകുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, അല്ല നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്ക് കുടിക്കണം, നിനക്ക് കുടിക്കത്തില്ലേ? 2 ഗ്ലാസ് മദ്യം കുടിക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? കുടിച്ചു കഴിഞ്ഞാലേ ശരിയാവില്ല, സത്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടി വരും. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ പല സത്യങ്ങളും ഉണ്ട്. കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം തുറന്നു പറയും, മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കും. അത് ശരിയാവത്തില്ല. എന്ത് ചെയ്യാനാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകാം, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ, രേവതിയേടത്തിയായിട്ട് ഉണ്ടാക്കിയ കാര്യം സച്ചേട്ടൻ ഇവിടെ പറയണ്ട. കാരണം രേവതിയേടത്തിയുടെ കയ്യിൽ തെറ്റൊന്നുമില്ല, സച്ചേട്ടന്റെ കയ്യിലാ തെറ്റു മുഴുവനും. രേവതിയേടത്തി പാവാ. അപ്പൊ നിന്റെ കെട്ടികളുടെ കയ്യിൽ കുഴപ്പമില്ല, നിന്റെ കയ്യിലല്ലേ കുഴപ്പം? അല്ല, നീ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. വർഷേനെ കൊണ്ട് സത്യം പറഞ്ഞാൽ സ്വൈര്യം മുട്ടിയിരിക്കുക, എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കും. കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കില്ലായിരുന്നു, ഒരു കുറ്റവും കുറവും പറയില്ലായിരുന്നു. എന്തെങ്കിലും നമ്മൾ ചെയ്താൽ തന്നെ അത് പോട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പൊ നമ്മുടെ ശ്രുതിയും കയറി പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാ, കല്യാണത്തിന് മുമ്പ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കുറ്റം ഒക്കെ ചെയ്താലുവേ അവർക്ക് ഒരു സ്നേഹം ഉണ്ടായിരുന്നു നമ്മളോട്, അല്ലെങ്കിലും എല്ലാം അങ്ങ് സഹിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാം നമ്മുടെ മെക്കിട്ട് കയറാനായിട്ട്. ഇപ്പം അവര് തെറ്റ് ചെയ്താലും നമ്മൾ അങ്ങോട്ട് ചെന്ന് സോറി പറയണം. ഒരു വിധിയെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിട്ട് നിന്ന് ചിരിക്കാണ് കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? അല്ല, നീ സാധാരണ നിന്റെ ഭാര്യനെ പേടിച്ചാണല്ലോ ജീവിക്കുന്നത്. ആര് പറഞ്ഞു ഞാൻ പേടിച്ച് ജീവിക്കുമെന്ന്? പിന്നെ ഞാൻ പേടിച്ചൊന്നും ജീവിക്കുമൊന്നുമല്ല. ഞാനുണ്ടല്ലോ ദേഷ്യപ്പെട്ട ശ്രുതി അവിടെ നിന്ന് വിറയ്ക്കും എന്ന് പറഞ്ഞതും പെട്ടെന്ന് ശ്രീകാന്ത്, ദേ ശ്രുതിയടുത്തി വന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന്, അയ്യോ ശ്രുതി, ഞാൻ വെറുതെ പറഞ്ഞാണ്, അയ്യോ സോറി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രുതി അവിടെ ഇല്ല. ചുമ്മാ ഒന്ന് അടവ് വെച്ച് നോക്കിയതാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴേക്കും സച്ചു ഒരു ഒറ്റ ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇവളുടെ കെട്ടിയോളെ പേടിയേ ഇല്ല, എന്തൊരു പേടിയില്ലായ്മ. എടാ നിനക്കൊക്കെ പോയി ചത്തൂടെ? പിന്നെ എനിക്ക് അവളെ വരച്ച വരയിലൊക്കെ നിർത്താൻ അറിയാം, പിന്നെ ഞാൻ എൻ്റെ കയ്യിലാണല്ലോ തെറ്റ് എന്ന് ഓർത്തിട്ടാ 2 പൊട്ടിയിട്ട് പൊട്ടിക്കാന്നൊക്കെ ഓർത്തിരിക്കുമ്പം അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും പറഞ്ഞു, എടാ അടിയുടെ കാര്യമൊന്നും പറയില്ലടാ, പെണ്ണുങ്ങളെ തല്ലുന്നത് ഭീരുത്വമാ, അതിന് വിവരവും വ്യത്യാസവും ഇല്ലാത്ത ഇവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ശ്രുതി പറഞ്ഞപ്പം പറഞ്ഞു, അതെ എനിക്കറിയാം പെണ്ണുങ്ങളെ തല്ലുന്ന ഭീരുത്വമാണ്, അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെ തല്ലാൻ പോകാറുമില്ല.
അല്ല ഞാൻ ഇതുവരെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഞാൻ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വരുന്ന ആണുങ്ങളുടെ കയ്യും കാലും ഒക്കെ ചിലപ്പം തല്ലി ഓടിച്ചെന്നിരിക്കും. അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചത്, അത് പിന്നെ സച്ചേട്ടാ എന്തിനാ വെറുതെ രേവതി ചേച്ചിയുടെ അനിയനെ പോയി തല്ലിയത്? അവൻ അതിനു മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പലിശ പിരിക്കുന്ന ഒരാളുടെ കൂടെ കൂട്ടുകൂടി, പലിശ പിരിക്കാൻ പോയി, ജോലി ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കേൾക്കണമല്ലോ. അത് ഇതിന് മാത്രം വലിയ തെറ്റുവാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു, ദേ നമുക്ക് ആ മാറ്റം അങ്ങ് ഇവിടെ അവസാനിപ്പിക്കാം. നീ അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കരുത് ദയവ് ചെയ്ത്. ഏതായാലും ഞാൻ ഇപ്പോൾ ഓർക്കുന്നതേ, നമ്മുടെ അച്ഛനും അമ്മയും വഴക്ക് കൂടുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ദേ ഇവിടെ വന്ന് കയറി കിടന്ന് കളിക്കുകയും അങ്ങനെ കിടന്ന് ആകാശത്തേക്ക് നോക്കി കിടന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? അവർ രണ്ടുപേരും ഭയങ്കര വഴക്കായിരിക്കും അച്ഛനും അമ്മയും. അപ്പൊ നമ്മൾ മേളിലിരുന്ന് കളിക്കും. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ അതാ ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാണ് കേട്ടോ. ഇവർ മൂന്നുപേരും, ഇവർ സഹോദരങ്ങളാണല്ലോ, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഓർത്തെടുക്കാൻ. ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വർഷ ചെല്ലുന്നത് അടുക്കളയിലേക്ക്. അതെ, എനിക്കൊരു കോഫി ഇട്ട് തരുമോ എന്ന് ചോദിച്ചോണ്ട്. എന്ന് പറഞ്ഞാൽ അതെന്താടി ഇപ്പൊ ഒരു കോഫി കുടിക്കുന്നത്? പക്ഷേ നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ? അല്ല ശ്രീകാന്ത് എന്തിയെ? ശ്രീകാന്ത് പിന്നെ മുകളിൽ കിടക്കാൻ പോയി. മുകളിൽ കിടക്കാൻ പോയെന്നോ? അതെന്തു പറ്റി? ആർക്കറിയാം, മേളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല. അപ്പോഴത്തേക്കും കാപ്പി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത ആൾ വരികയാണ്, നമ്മുടെ ശ്രുതി വന്നിട്ട്, അതേ രേവതി എനിക്കൊരു കോഫി വേണമായിരുന്നു. അതിനിപ്പോ എന്താ, തരാലോ എന്ന് പറഞ്ഞ് ശ്രുതിക്കും കൊടുത്തു. അപ്പം വർഷ ചോദിച്ചു, എന്താ ശ്രുതി ചേച്ചിക്ക് പറ്റിയത്? ശ്രുതി ചേച്ചിയുടെ കെട്ടിയവനും മേളിലേക്ക് പോയോ കിടക്കാനാ? ആ അതെ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ മൂന്നുപേരും തുല്യ ദുഃഖിതരാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനേ സത്യം പറഞ്ഞ അതൊക്കെ ഓർത്തിട്ട് ചിരി വരികയാണ്. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കുവേ എല്ലാം തകിടം മറിഞ്ഞു. കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ രാത്രി 12 മണിക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുകയും കറങ്ങാൻ പോവുകയും റെസ്റ്റോറൻറ്റിൽ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം എന്തോ ഒരു ഊജവലം കിട്ടിയ അവസ്ഥയാണ്. ഇപ്പം വെളിയിലും പോകാൻ പറ്റത്തില്ല, അതേ സമയത്തിന് വീട്ടിലും വന്ന് കയറണം, അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഞാൻ എവിടെ പോയാലും ഒന്നും ചെയ്യില്ലായിരുന്നു, ഒന്നും ചോദിക്കത്തുമില്ലായിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ വളർന്നതാ. അല്ല ശ്രുതി ചേച്ചി അങ്ങനെയാണ് വളർന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ശ്രുതിക്ക് മറുപടി ഒന്നും ഇല്ല കേട്ടോ പറയാൻ എന്തെങ്കിലും മറുപടി വേണ്ടേ? ശ്രുതി അതുപോലെ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ. അപ്പം ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, അതെ ഞാനും അങ്ങനെയായിരുന്നു എന്നങ്ങ് പറഞ്ഞങ്ങ് നിർത്തിയിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത്, കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞിട്ടും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞ ഒരുപോലെ ആയിട്ടാണ് തോന്നുന്നത്. കല്യാണത്തിന് മുമ്പ് പിന്നെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. എല്ലാ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, ഓരോ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയതോടുകൂടി എല്ലാം പോയി, എല്ലാ സന്തോഷവും പോയി. പിന്നെ കഷ്ടപ്പെട്ടാൽ വിധിക്കപ്പെട്ട് എനിക്ക് കഷ്ടപ്പാടൊക്കെ അതൊക്കെ അതിൻ്റെതായ രീതിയിലേക്കൊക്കെ നടന്നു പൊക്കോളുന്നേ. പിന്നെ വർഷേ നീ എന്തിനാ വെറുതെ ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കിയത്? അത് പിന്നെ ശ്രീകാന്ത് പാവമല്ലേ? പാവം, പിന്നെ ഭയങ്കര പാവമാ. അറിയത്തില്ല ചേച്ചിക്ക് ശ്രീകാന്തിന്റെ സ്വഭാവം. അവൻ മുറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നോട് വഴക്കുണ്ടാക്കും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഏത് നേരത്താണോ എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാം. ലാസ്റ്റ് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഏതായാലും ഇങ്ങനെ ഒരു അവസരം വന്നതുകൊണ്ട് നമുക്കൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിക്കാൻ പറ്റിയില്ലേ? ഏതായാലും നമ്മളെന്നും ഇങ്ങനെ കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കിയാലും നമുക്കൊരു പ്രശ്നമില്ല. ഏതായാലും ഈ ഒരു വഴക്കം കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമില്ല ഉണ്ടായല്ലോ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ. അല്ല രേവതി ചേച്ചിക്കോ എങ്ങനെയാ? പിന്നെ ഇതെന്റെ ആദ്യത്തെ കല്യാണമല്ലേ, ഞാൻ ഇതിനു മുമ്പ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ മോളെ. ഇതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് എന്തോ പോലെ ആയിപ്പോയിട്ട്. അപ്പം നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇത് നമ്മുടെ 3 പേരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി പോയല്ലോ. അപ്പം വീണ്ടും നമ്മുടെ ശ്രുതി ആണെങ്കിൽ എന്തോ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലല്ലോ, ശ്രുതി ഇതിനു മുമ്പ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവര് വീണ്ടും കാപ്പി കുടിക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ വീണ്ടും കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അവര് ഇപ്പൊ ഭയങ്കര സാഡായിട്ടിരിക്കുമായിരിക്കും അല്ലേ മേളില്, നമ്മളെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് മേളിൽ നിന്ന് ഭയങ്കര അട്ടഹാസവും ചിരിയും കേട്ടിട്ട് നമ്മുടെ രേവതി നിൽക്കെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഇവർ 3 പേരും ഭയങ്കര ചിരിയും കളിയൊക്കെ, സച്ചിയും ശ്രീകാന്തും ശ്രുതിയും കൂടെ. അപ്പോഴത്തേക്കും രേവതി വന്ന് പറഞ്ഞു, അവര് ഭയങ്കര സാഡായിട്ടിരിക്കുക, അവരെ മേളിലിരുന്ന് ഭയങ്കര ചിരിയും കളിയൊക്കെയാ. ആണോ? ഓഹോ, അത് കൊള്ളാലോ എന്നിങ്ങനെ നമ്മുടെ വർഷയും പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പരപരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ
ചന്ദ്ര ഒരു കോഫി ഇതുവരെ കിട്ടിയില്ലോ, ഇതെന്താ കോഫി ഇതുവരെ അവൾ കൊണ്ടുവരാതെ, അവൾ ഇതുവരെ എണീക്കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതീനെ ഇങ്ങനെ പ്രാഗം. അപ്പം ചന്ദ്രവരോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ കോഫി നിനക്ക് പോയി എടുത്ത് കുടിക്കാമല്ലോ, നിനക്കേ രേവതി ഇന്ന് കോഫി തരത്തില്ല. അതെന്താ അവൾ എനിക്ക് കോഫി തരാത്തത്? അവൾക്കെന്താ എനിക്ക് കോഫി തന്നാൽ അവളെന്താ എനിക്ക് മാത്രം കോഫി തരില്ല? എന്നാൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. അതിന് അവൾ ഇവിടെ ഇല്ല, അവൾ പൂക്കടയില, അവൾക്ക് ഇന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ തന്നെ എടുത്ത് കുടിക്കണം. ഓ, എൻ്റെ ഒരു തലയിലെഴുത്ത്, തന്നെ എടുത്ത് കുടിക്കാനോ? അവൾക്കൊരു ജോലിയും വേലയും കൂലിയും ഇല്ലായിരുന്നപ്പം അവളെല്ലാം ചെയ്തു തരുമായിരുന്നു. അതെ, ഇപ്പം നീ വേലയും ജോലിയും കൂലിയും സോറി വേലയും ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇരിക്കുമല്ലേ, അപ്പൊ നിനക്ക് തന്നെ എടുത്ത് കുടിക്കത്തില്ലേ? തന്നെ എടുത്ത് കുടിച്ചോളാമേ, ഇനി രേവതി പുരാണം ഇവിടെ വിളമ്പണ്ടായേ എന്നും പറഞ്ഞ് നേരെ തന്നെ കോഫിയൊക്കെ എടുത്ത് കുടിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് മേളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ടത്. പായും തലകണയൊക്കെ ആയിട്ട് നമ്മുടെ സുധി. ഞെട്ടിപ്പോയില്ലേ ചന്ദ്ര, ഇതെന്താ സുധി ഇങ്ങനെ ഇറങ്ങി വരുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ നിൽക്കണം. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടായിരിക്കാം നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇതിന്റെ അപ്പുറം പോകാൻ വഴിയില്ല. ഏതായാലും ഈ സീൻ വരെ എത്തുമെന്നും അറിയില്ല കേട്ടോ. ഏതായാലും ഈ സീൻ കടന്നൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇനിയിപ്പം നല്ലൊരു സായാഹ്നമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ടീച്ചറിന്റെ കഥ ഇടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കമന്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ രാവിലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ കഥ ഇടണമെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണേ. എങ്കിൽ ഞാൻ ഇനി മുതൽ ടീച്ചറിൻ്റെ കഥയും കൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.